ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് വേണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഒരുപാട് ലാഗൊന്നും ആക്കുന്നില്ല. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സേഫ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് കിട്ടാം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇവൻ നേരത്തെ പരിചയപ്പെടുത്തിയതല്ലേ എന്ന്. ഒരിക്കലുമല്ല, അത് വേറെ സൈറ്റാണ്, ഇത് വേറെ സൈറ്റാണ്. പേര് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരേ കണക്കിരിക്കുന്നെങ്കിലും പേര് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നേരെ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തന്നാലോ. മച്ചന്മാരെ, ഈ ഒരു ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഡിസ്ക്രിപ്ഷനിലല്ല ലിങ്ക് കൊടുത്തേക്കുന്നത്, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിലാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇത് കണ്ടോ, 3 രൂപയ്ക്ക് ഫോളോവേഴ്സ്, 2 രൂപയ്ക്ക് ലൈക്സ്, 1 രൂപയ്ക്ക് വ്യൂസ്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ താഴെ തന്നെ വാച്ച് നൗ എന്ന് പറയുന്ന ഒരു ചുമന്ന ബട്ടണുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നതാണ്. അതായത് ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ 1 രൂപയ്ക്ക്, 2 രൂപയ്ക്ക്, 3 രൂപയ്ക്ക് കേരളക്കാരായി എന്ന് വിശ്വസിച്ച് വാങ്ങുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വാച്ച് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. അത് 1 രൂപയ്ക്ക് ഫോളോവേഴ്സ് അങ്ങനെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രീ ഫോളോവേഴ്സ് അങ്ങനെ കിട്ടുന്നതെന്നുള്ള കാര്യം പരിചയപ്പെടാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും മേളിൽ തന്നെ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. ഓക്കെ, ഓൾ ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബ്ലാക്ക് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി മേളിലൊരു ലോഗിൻ ബട്ടൺ ഉണ്ട്. അത് ഭാഷ വേറെയാണ്, തുർക്കി ഭാഷയായിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് ലോഡായെത്തുന്നത്. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെലക്ട് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തപ്പോൾ ഭാഷ മാറി ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കാണാൻ സാധിക്കും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ പാസ്വേഡ് അടിച്ച് ലോഗിനേ ചെയ്യരുത്, പാടില്ല. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൽ ഒരു പ്രൊഫൈൽ ഇടുക, ഒരു പോസ്റ്റ് ഇടുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് സെക്കൻഡ് ബോക്സ് എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ഈ ഒരു വെച്ച് എഴുതിയേക്കുന്ന ഈ ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ആവും. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആയാൽ തന്നെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ വെറും യൂസർ നെയിം മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് മച്ചന്മാരെ. 1 മിനിറ്റ്. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്ത് ഇനി രണ്ടാമത്തെ ബോക്സ് എൻ്റെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യട്ടെ മച്ചന്മാരെ. അങ്ങനെ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം ഫസ്റ്റ് ബോക്സ് എൻ്റർ ചെയ്ത്, പാസ്വേഡ് സെക്കൻഡ് ബോക്സ് എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ഏറ്റവും താഴെ കാണുന്ന ആ ഒരു വെച്ച് എഴുതിയിരിക്കുന്ന ആ ഒരു നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ലോഗിൻ ബട്ടനാണ്, ഭാഷ തുർക്കിയായിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ ലോഗിനായി വന്നിട്ടുണ്ട് നമ്മുടെ ഫേക്ക് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ബ്ലറാക്കി വെച്ചേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഫോളോവേഴ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇവിടെ 280 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറും. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം വ്യക്തമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹോം പേജിലേക്ക് ലോഡായി വരുന്നതാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നാൽ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടാസ്ക് പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈമർ കണ്ട, ഈ ഒരു ടൈമർ 0 ആകുമ്പോൾ, ഈ ടൈമർ 0 ആകുമ്പോൾ കറക്റ്റ് 50 ഫോളോവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ ടൈമർ 0 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് ഒരു വട്ടം 50 ഫോളോവർ കൂട്ടിയാൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ആ സെയിം ഫേക്ക് അക്കൗണ്ട് ഈ സൈറ്റിൽ കൊണ്ട് ലോഗിൻ ചെയ്താൽ പിന്നെയും നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ അപ്പം തന്നെ പിന്നെയും കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ പുതിയ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. പിന്നെ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഭാഷ തുർക്കിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അടിപൊളി സൈറ്റാണ്, കിട്ടിലുമായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടും. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവർ കയറുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്,
നിങ്ങൾക്ക് ഈ ഒരു പണി ഒന്നും എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും 3 രൂപയ്ക്ക് ഫോളോവേഴ്സ്, 2 രൂപയ്ക്ക് ലൈക്സ്, 1 രൂപയ്ക്ക് എന്താണ് വ്യൂസ്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ താഴെ വാച്ച് നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും ഫോളോസ് വന്ന ഒരു സൈറ്റിനെ കുറിച്ചിട്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കേരളക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ മച്ചന്മാരെ എന്തായാലും ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റും പെയ്ഡ് ഫോളോവേഴ്സ് വാങ്ങാൻ പറ്റുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ കമൻറ്റ് സെക്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാൻ. വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ബൈ ഗായ്സ്.